3 ഓപ്ഷൻസ് ഉണ്ട്. ഇൻലൈൻ സ്റ്റൈൽ, ക്ലാസ് നെയിം, ക്ലാസ് ലിസ്റ്റ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയ എലമെൻറ്റ്സിലേക്ക് ഇൻലൈനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CSS അറിയുന്നവർക്ക് അറിയായിരിക്കും ഈ പ്രോപ്പർട്ടി. ഇതായിരിക്കും ഹയർ പ്രയോറിറ്റി ഉണ്ടാവുക. രണ്ടാമത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് നെയിം ആണ്. സോ ഇത് എലമെൻറ്റ്സിലെ ക്ലാസ് ആട്രിബ്യൂട്ടിൻ്റെ ഫുൾ സ്ട്രിങ് ആണ് എടുക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്താൽ എല്ലാ ക്ലാസ്സസും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാം. ബട്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ടോഗിൾ ചെയ്യുമ്പോൾ സ്ട്രിങ് നമുക്ക് മൈക്രോ മാനേജ്മെൻ്റ് ആയിട്ട് എടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും സെപ്പറേറ്റ്ലി. സോ അത് ഇത്തിരി പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ലാസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്ലാസ് ലിസ്റ്റ് ബേസിക്കലി ഗുഡ് ഫോർ എന്താ പറയുക, ബെസ്റ്റ് ഫോർ ആഡ്, റിമൂവൽ, ടോഗിളിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ക്ലാസ് ലിസ്റ്റ്. ക്ലാസ് ലിസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന് മെത്തേഡ്സ് കുറച്ചുണ്ട്. കണ്ടെയ്ൻസ്, ആഡ്, റിമൂവ്, ടോഗിൾ, റീപ്ലേസ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. സോ ഇൻഡിവിജ്വലി ക്ലാസ് മാനേജ് ചെയ്യാനായിട്ട് സൂപ്പർ ഈസിയാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കിനി സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ HTML ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ HTML തന്നെയാണ്. UL മുകളിൽ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ. ഓക്കെ, സോ